പോർക്കുളം പഞ്ചായത്തിലെ പ്രകൃതി രമണീയമായ കലശമലയുടെ വടക്കേ താഴ്വരയിലാണ് ചോലവനം. ലോകത്ത് തന്നെ അപൂർവമായി കണ്ടുവരുന്ന കുളവെട്ടി സസ്യങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ സ്ഥലം. കിള്ളിമംഗലം മനയുടെ ഭാഗമായ ഇവിടെ 400-ലധികം കുളവെട്ടി മരങ്ങളാണ് ഉള്ളത്. ലോകത്ത് തന്നെ ഇത്തരം 200 മരങ്ങൾ മാത്രമേയുള്ളൂ എന്ന് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുമ്പോഴാണ് കാട്ടുഞാവൽ വിഭാഗത്തിലുള്ള സൈസിജിയം ട്രാവൻകൂറിയം എന്ന കുളവെട്ടി മരങ്ങൾ ഇവിടെ തിങ്ങി വളർന്നിരുന്നത്. ഇന്ത്യയിൽ അഗസ്ത്യമല, കർണാടക എന്നിവിടങ്ങളിൽ മാത്രമാണ് ഇത്തരം സസ്യങ്ങൾ മുൻപ് കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഈ പ്രദേശത്തെ പൈതൃക പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഹൈദരാബാദിൽ നടക്കേണ്ടിയിരുന്ന ആഗോള ജൈവ കോൺഗ്രസ് മാറ്റിവെച്ചതിനാൽ നടക്കാതെ പോവുകയായിരുന്നു. സംരക്ഷിക്കപ്പെടേണ്ട ഈ ജൈവ സമ്പത്ത് പ്രകൃതിയെ ചൂഷണം ചെയ്ത് ലാഭം കൊയ്യുന്ന റിയൽ എസ്റ്റേറ്റ് സംഘങ്ങളുടെയും ചെങ്കൽ ഖനനം നടത്തുന്നവരുടെയും കണ്ണിൽ ചോരയില്ലാത്ത നടപടികളിലൂടെ നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. കൊടും വേനലിലും വറ്റാത്ത ഇവിടുത്തെ നീരുറവകൾ വറ്റി വരണ്ടിരിക്കുന്നു. പരിസ്ഥിതി സ്നേഹികളുടെയും ഗവേഷണ വിദ്യാർത്ഥികളുടെയും പ്രിയപ്പെട്ട പ്രദേശമായ കലശമലയും ചോലവനവും സിനിമാ ആൽബം പ്രവർത്തകരുടെയും ഇഷ്ട ലൊക്കേഷനാണ്. നീരുറവകൾ വറ്റി വരണ്ടതോടെ കുളവെട്ടി മരങ്ങൾ നാശത്തിന്റെ വക്കിൽ എത്തിയിരിക്കുകയാണ്. ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ മാത്രം വളരുന്ന കുളവെട്ടി മരങ്ങൾ മണ്ണെടുപ്പും ചെങ്കൽ ഖനനവും മൂലം ഉറവുകൾ അടഞ്ഞ് ജലം ലഭിക്കാതെ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. കലശമലയും ചോലവനവും സ്വകാര്യ അഹങ്കാരമായി കൊണ്ടു നടന്നിരുന്ന ഈ പ്രദേശത്തുകാർക്ക് ഇന്നത്തെ അവസ്ഥയിൽ രോഷവും വിഷമവുമുണ്ട്. സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് നിസ്സഹായരാവുകയല്ലാതെ മറ്റു വഴികളില്ല. ഭൂമിയെയും പ്രകൃതിയെയും യാതൊരു തരത്തിലും മനസ്സിലാക്കാതെ മനുഷ്യൻ്റെ ഇടപെടൽ, ആ ഇടപെടലിൻ്റെ ദുരന്തഫലമാണ് ഇന്ന് ഈ പ്രദേശം അനുഭവിക്കുന്നത്. ലോകത്ത് തന്നെ അപൂർവമായി നിലനിൽക്കുന്ന 500 സസ്യങ്ങൾ മാത്രമുള്ള ഈ കുളവെട്ടി സസ്യം, അതിൽ 2 ഭാഗവും നിലകൊള്ളുന്നത് അഗതിയിലാണ്. ഈ നിലകൊള്ളുന്ന സസ്യത്തിന് പുറംപാളിയിൽ ജലാംശമുള്ള ഭാഗങ്ങളിൽ മാത്രമേ ഈ സസ്യം നിലനിൽക്കാൻ സാധിക്കൂ. സൈസിജിയം ട്രാവൻകൂറിക്കം എന്ന് പറയുന്ന ഈ സ്പീഷീസിൽപ്പെട്ട ഈ സസ്യത്തിന് ഇത് നിലനിൽക്കണമെങ്കിൽ ഈ വെള്ളം വേണം. പക്ഷേ നല്ലൊരു ചെങ്കൽക്കുന്ന്, ആ ചെങ്കൽക്കുന്നിൻ്റെ ഇറക്കിലുള്ള ഒരു ചോലക്കാട്, ആ ചോലക്കാടിലേക്ക് വെള്ളം വരുന്നത് ഈ കുന്ന് കുടിച്ചിറങ്ങുന്ന വെള്ളമാണ്. പക്ഷേ മനുഷ്യൻ്റെ മണ്ണിനോടുള്ള ആർത്തി, കമ്പോളത്തിലേക്ക് മണ്ണിനെ കൊണ്ടുപോകുന്നതിലേക്കുള്ള ആർത്തി, ഇതാണ് യഥാർത്ഥമായി കുന്നിടിക്കലും മറ്റും സംഭവിച്ചത്. ഇതിനോടൊപ്പം തന്നെ അപ്പുറത്ത് എങ്ങനെയാണോ ഭൂപ്രദേശത്ത് വെള്ളം ഉണ്ടാകുന്നത് എന്നറിയാതെ വേറൊരു ഭാഗം കുഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ 2 ഭാഗത്തുള്ള ആക്രമണങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ സസ്യം നിലകൊള്ളുന്നത്. ഇതിനിടയ്ക്ക് ആദ്യമായി ഒരു നീരുറവ പോലും ഇല്ലാത്ത ഒരു വർഷമായി ഈ ചോലക്കാട് മാറിയിരിക്കുകയാണ്. വിവിധ ദിനങ്ങൾ നമ്മൾ ആചരിക്കുകയും പ്രതിജ്ഞകൾ പുതുക്കുകയും ചെയ്യാറുണ്ടെങ്കിലും 24 മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും അതെല്ലാം മറന്ന് പഴയതിലും ആവേശത്തോടെ ചൂഷണം തുടരുക എന്നത് നമ്മുടെയെല്ലാം ശീലമാണ്. ആ ശീലം തുടർന്നാൽ അടുത്ത ഭൗമദിനം നാം ആചരിക്കുമ്പോൾ ഈ കലശമലയും ചോലവനവും മൊട്ടക്കുന്നായി മാറിയിട്ടുണ്ടാകും. അന്ന് വിലപിക്കുന്നതിന് പകരം ഇന്ന് നമുക്ക് ചെയ്യാവുന്നത് ചെയ്താൽ വരും തലമുറയ്ക്കും പ്രകൃതിയുടെ ഈ വരദാനം കാണാനും ആസ്വദിക്കാനും കഴിയും. അതിനെ അധികാരികളും ജനപ്രതിനിധികളും ഭൂമിയെ കച്ചവടക്കണ്ണുകൊണ്ട് കാണാത്തവരും പ്രകൃതി സ്നേഹികളും പരിസ്ഥിതിവാദികളും ആത്മാർത്ഥമായി കൈകോർക്കണം. നമുക്ക് വേണ്ടിയല്ല, വരും തലമുറയ്ക്ക് വേണ്ടി. CCTV ന്യൂസ്, പോർക്കുളം.